കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് രാവിലെ വാഴ്ത്തപ്പെടട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് ഒരു ദൈവവചനം നമുക്ക് ധ്യാനിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ തിരുവചനം നമുക്കൊന്ന് ധ്യാനിക്കാം. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: യേശു അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ യേശുവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയില്ല. പ്രിയമുള്ളവർ, യേശു കർത്താവ് ഉറപ്പായിട്ട് പറയുക, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. യേശു കർത്താവിൻ്റെ മക്കൾക്ക്, യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് യേശു കർത്താവ് നൽകുന്നത് നിത്യജീവനാണ് നൽകുന്നത്. അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. എന്തിനാണ് നിത്യജീവൻ നൽകുന്നത്? നമ്മൾ ഒരു നാളും നശിച്ചു പോകാതിരിക്കാൻ. ഞാൻ നിങ്ങളോട് ഉറപ്പായിട്ട് പറയാം, നിങ്ങൾ നശിച്ചു പോകുകയില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിക്കാണും നിങ്ങൾ നശിച്ചു പോകുന്നത്, നിങ്ങളുടെ നാശമാണ് മുമ്പിൽ നിങ്ങൾക്ക് തോന്നിക്കാണും, നിങ്ങൾ നശിച്ചു പോകും, നിങ്ങളോട് ആരെങ്കിലുമൊക്കെ പറഞ്ഞു കാണും. പ്രിയമുള്ളവരെ, യേശു ഉറപ്പായി പറയുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. ആരൊക്കെ നിങ്ങളെ വെല്ലുവിളിച്ചാലും, ആരൊക്കെ നിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും, ആരൊക്കെ നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചാലും, യേശു കർത്താവ് ഉറപ്പായി പറയുന്നു, നീ നശിച്ചു പോകുകയില്ല, നിന്റെ തലമുറകൾ നശിച്ചു പോകുകയില്ല. എന്ന കാര്യം എന്നറിയാവോ? നമ്മൾ അവയെ യേശുവിനെ അനുഗമിക്കുന്നു. മാത്രമല്ല, നമ്മുടെ യേശുവിൻ്റെ കയ്യിലാണ് നമ്മളായിരിക്കുന്നത്. അവിടെ പറയാണ്, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയില്ല. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കയ്യിൽ നമ്മളെ അത്ര ഉറപ്പോടെ കർത്താവ് നമ്മളെ പിടിച്ചിരിക്കുന്നു, അത്ര ശക്തമായി കർത്താവ് നമ്മളെ പിടിച്ചിരിക്കുന്നു. ആരും ഒരു നാളും കർത്താവിൻ്റെ കയ്യിൽ നിന്ന് നമ്മളെ പിടിച്ചു പറിക്കാതെ വണ്ണം അത്ര സുരക്ഷിതമായിട്ടാണ് കർത്താവ് നമ്മളെ സൂക്ഷിക്കുന്നത്. ആരും പിടിച്ചു പറിക്കുകയില്ലെന്ന് പറഞ്ഞാൽ ഒരു രോഗത്തിന് നിന്നെ പിടിക്കാൻ ഒക്കുകയില്ല, ഒരു ശാപത്തിന് നിങ്ങളെ പിടിക്കാൻ ഒക്കുകയില്ല, ഒരു പ്രതിസന്ധിക്ക് നിങ്ങളെ തകർക്കാൻ ഒക്കുകയില്ല. നിങ്ങളെ പിടിച്ചു പറിക്കാൻ പറ്റുന്ന ഒരു ശക്തിയും ഭൂമിയിലുണ്ടായിട്ടില്ല. എന്ന കാര്യം എന്നറിയാവോ? യേശു കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിലാണ് ഞാനും നിങ്ങളും ഇന്ന് പകലുള്ളത്. പിശാച് പറയുന്ന നുണയാ, നിങ്ങൾ നശിച്ചു പോകുമെന്നും നിങ്ങൾ തകർന്നു പോകുമെന്നും നിങ്ങൾക്ക് നല്ല ഭാവി ഉണ്ടാകുകയില്ലെന്നും ഒക്കെ നിങ്ങളോട് പറയുന്നത് പിശാചാണ്. ആ പിശാചിൻ്റെ നുണ നിങ്ങൾ കേൾക്കരുത്, അത് വിശ്വസിക്കരുത്. യേശു കർത്താവ് പറയുന്നു, ഒരു നാൾ നശിച്ചു പോകുകയില്ല, ഞാൻ നിങ്ങൾ ഒരു നാൾ നശിച്ചു പോകുകയില്ല. ആർക്കും നമ്മളെ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ നോക്കിയല്ല. അത്ര നന്നായി, അത്ര സുരക്ഷിതമായി കർത്താവ് നമ്മളെ പിടിച്ചിരിക്കുന്നു. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു. യേശു നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ മറ്റാരും നിങ്ങളെ സ്നേഹിക്കുന്നില്ല. ആ യേശു നിങ്ങളെ അതുപോലെ സ്നേഹിക്കുന്നതുകൊണ്ട് ഏത് പ്രതിസന്ധി ജീവിതത്തിൽ വന്നാലും യേശു കർത്താവ് നിങ്ങളെ അത്ഭുതകരമായി കർത്താവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമായി സൂക്ഷിക്കാനാണ് കർത്താവിന് ആഗ്രഹം. അതുകൊണ്ട് നമുക്ക് ആ കർത്താവിൻ്റെ കരങ്ങളിൽ ഇന്ന് പകലും ഒതുങ്ങിക്കൊടുക്കാം. ആ കർത്താവിൻ്റെ കൂടെ നമുക്ക് ഐശ്വര്യപൂർണമായ, സന്തോഷപൂർണമായ ഒരു ജീവിതം കർത്താവ് ഇന്ന് പകലും നമ്മളെ സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഈ പകൽ ഞങ്ങൾ കർത്താവെ അവിടുത്തെ കരങ്ങളിൽ കർത്താവ് ജീവിക്കാൻ, അവിടുത്തെ കരങ്ങളിൽ വസിക്കാൻ കർത്താവ് അവിടെ ഞങ്ങളെ സഹായിക്കണം. ആർക്കും പിടിച്ചു പറിക്കാൻ കഴിയാത്തതുപോലെ കർത്താവ് ഞങ്ങളെ സുരക്ഷിതമായി സൂക്ഷിക്കുന്നത് കൊണ്ട് ഇന്ന് പകലും ഞങ്ങൾ സന്തോഷത്തോടെ ഞങ്ങളുടെ ജീവിതം നയിക്കാൻ കർത്താവ് സഹായിക്കണം. ഇന്നത്തെ ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാകട്ടെ. അതിനായി കർത്താവ് ഞങ്ങളെ സൂക്ഷിക്കുന്നതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രാർത്ഥന കേൾക്കുന്നതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, ഇന്ന് പകലും നമുക്ക് ആ യേശു കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിലായിരിക്കാം. കർത്താവ് നിങ്ങളെ ഇന്ന് പകൽ അത്ഭുതമാക്കി മാറ്റും.